നൂറിന്റെ നോട്ടിന് പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ ഇക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവുണ്ടടത്തി ഓരോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി താനാ തന്നാരം താന തന്നാനേ താനാതിന തന്നാരം താന തന്നാനേ താനാതിന തന്നാരം താന തന്നാനേ താനാതിന തന്നാരം ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ഒരക്കാലം പോയായിരത്തിൽ ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ഒരക്കാലം പോയായിരത്തിൽ ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ഒരക്കാലം പോയായിരത്തിൽ ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ഒരക്കാലം പോയായിരത്തിൽ എന്നമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഒരക്കാലം പോയായിരത്തിൽ ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ഒരക്കാലം പോയായിരത്തിൽ താനാതിര തന്നാരം താന തന്നാനേ താനാതിര തന്നാരം പരിപാടി എന്തോ ഇത് നമ്മുടെ അച്ചയൻസ് വീഡിയോ അല്ലേ എന്തോ പരിപാടി ഇത് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ ഇവിടെ പ്രോഗ്രാമിന്റെ ഒരു ചെറിയ പ്രാക്ടീസും കാര്യങ്ങളും പരിപാടിയാണോ ഓണപരിപാടിയുടെ അല്ല നമ്മള് ഇപ്പൊ ചാനലിന്റെ പരിപാടിയായിട്ട് ഇപ്പൊ കുറച്ചു നാളായി ഞാൻ സജിയും പാർവനെയും കണ്ടിട്ട് നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെറുതെ ഒന്ന് കയറി ഇറങ്ങിയതാ അതെ പ്രാക്ടീസ് ആണ് നല്ല വൈബാണല്ലോ കണ്ട സ്ഥലം ഉണ്ട് നമുക്ക് ഒച്ചത്തി പാടാം അതെ ഇവിടെ ഒരു കുഴപ്പമില്ല കുറെ മരങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കണ്ട് ഇപ്പൊ എന്തൊക്കെയോ ഞാൻ അറിഞ്ഞാ ഇങ്ങോട്ട് പോരുന്നേ എന്തോ അവാർഡോ സംഭവം ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്തായിരുന്നു പരിപാടി എന്തൊക്കെയോ കിട്ടി അത് പറഞ്ഞാകത്തില്ല നമുക്ക് നാടൻ പാട്ടിന് കിട്ടുന്ന ബഹുമതികൾ വളരെ അപൂർവമാണ് തീർച്ചയായും സജിക്കും പാർവനും അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് എന്തോ സംഭവം ഞങ്ങൾക്ക് ഏറ്റവും വലിയ നാടൻ പാട്ടുകാർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാം മറ്റുള്ള പ്രാദേശികമായ അവാർഡുകൾക്ക് ഞങ്ങൾക്ക് കലാഭവൻ മെമ്മോറിയൽ അവാർഡും കലാഭവൻ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ നിത്യഹരിത നായകൻ നമ്മുടെ പഴയ യങ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന്റെ 6ാമത് ചലച്ചിത്ര സംസ്ഥാന അവാർഡിന്റെ യുവ കലാപ്രതിഭയ്ക്കുള്ള അവാർഡ് വളരെയധികം സന്തോഷമുണ്ട് ഇതിലും മുകളിലോട്ട് പല പല പടവുകൾ ചവിട്ടി കയറട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു നമ്മളിപ്പം എന്തായാലും നിങ്ങൾ ഈ കലാപരിപാടിയായിട്ട് നിൽക്കില്ലയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ലൊരു പാട്ട് പാട് പിന്നെന്താ നമ്മളെ ജോലി അതല്ലേ നല്ലൊരു പാട്ട് പാട് അപ്പൊ നമ്മള് പാടുന്നത് വെച്ചോ ഓക്കെ പാറു ഓഫർ തന്നേക്കുക പാടിക്കുക തിരിച്ചു കൊടുക്കണ്ട അതെ പരിചയപ്പെടുത്തണം ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല നമ്മൾ നിരവധി അനവധി ചാനൽ ഷോയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് സഞ്ജയ് കൃഷ്ണ നമ്മുടെ പാറുവിന്റെ സ്വന്തം അനിയനാണ് എന്റെ പുന്നാര അളിയൻ പൊന്നളിയൻ ഇതൊരു മറ്റൊരളിയൻ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം അറിയാം കള്ളും കായലും കരിമീനൊക്കെ ഉള്ള നാട് അല്ലേ ദീപു മൺട്രോത്തുരുത്ത് നമ്മുടെ പ്രിയ അനുഗ്രഹീത കലാകാരനാണ് ഒട്ടനവധി ആൽബം ഷോയിലൂടെ ഒക്കെ നിരവധി ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പം പുറലോകം അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തണ്ടല്ലോ ഇത് രമ്യ ഇദ്ദേഹം നമ്മുടെ ടീമിന്റെ നെടുന്തൂണാണ് ഗായികയാണ് അപ്പൊ ഇദ്ദേഹത്തിന് ബാങ്ക് ജോലിയാണ് പിന്നെ ഇദ്ദേഹം നമ്മുടെ പ്രിയ കലാകാരൻ നമ്മളെ ശിങ്കാരി മേളം പഞ്ചവാദ്യമൊക്കെ നമ്മള് പഞ്ചാരി മേളം ഇദ്ദേഹം കൈയൊക്കെ കിടന്ന് ഉരുളും എന്റെ അടുത്ത് പറഞ്ഞ് നാരങ്ങയൊക്കെ കൈ വെച്ചോണ്ട് കൊട്ടുവെന്നാ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ആള് പുലിയാണ് തിരക്കിടെ പടപടപടകളൊക്കെ വായിക്കും അപ്പൊ നമ്മുടെ രാജേഷ് ഏട്ടൻ പിന്നെ ഇത് രണ്ടും ഞങ്ങളുടെതല്ല ഇത് രണ്ടും എന്റെ പെങ്ങളുടെ മക്കളാണ് അപ്പൊ ഇത് രണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമിന് വരും സ്റ്റേജിലൊക്കെ കയറിയ ഭയങ്കര ഡാൻസാണ് പുള്ളിക്കാരി ഇപ്പൊ ഉറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഉറക്കത്തിൽ എഴുന്നേറ്റാണ് ഭയങ്കര ഡാൻസാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ ഒരു തണലിൽ താങ്ങുമായി നിങ്ങളുടെ കൂടെ ഒരാളും കൊണ്ട് അതിനെ പരിചയപ്പെടുത്തുന്നില്ല ആരെ ഭാര്യ ഇതിനി എവിടെ പരിചയപ്പെടുത്താനാണ് 6 വർഷം കണ്ട് കൂടെ നടക്കുകയാണ് അപ്പോ ഈ സജി പാറുവിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ അച്ചാൻസ് വീഡിയോയിലൂടെ പുതിയ പാട്ടും പറച്ചിലോട്ട് കുറച്ചു നേരം ഞങ്ങൾ കൂടുകയാണ് നമ്മളെ ആദ്യ പാട്ടെന്ന് പറയുമ്പോ നമ്മളല്ലേ പാറു നമ്മൾ എവിടെയായാലും രേഷണ ദീപണ്ണ ചതു രമ്യ നമ്മളെവിടെയായാലും നമ്മളൊരു വീടായാലും വസ്തു ആയാലും നമ്മളൊരു വിളക്ക് കൊളുത്തിയാണ് തുടങ്ങാറ് അല്ലേ ഇല്ല നമ്മൾ എന്തായാലും വിളക്ക് കൊളുത്തിയാണ് തുടങ്ങാറ് അപ്പൊ നമ്മൾ അച്ചാൻസ് വീഡിയോയിലെ 2ാമത്തെ ഈ എപ്പിസോഡ് ഒരു വിളക്ക് കൊളുത്തി നമ്മളങ്ങ് തുടങ്ങാം പക്ഷെ നമ്മൾ ഇപ്പൊ വിളക്ക് കൊളുത്തുന്നില്ല നമ്മൾ പാട്ടിലൂടെ അങ്ങ് വിളക്ക് കൊളുത്താൻ പറ്റും ഓക്കെ അത് കൊളുത്തുന്ന പാറുവാണ് കരിവിളക്കാണ് ചുമ്മാ എന്റെ ഭാര്യ ഞാൻ ഇന്ന് പറയും ഓക്കെ പാടിക്കും മാവിളക്ക് പൂവിളക്ക് മാരിയമ്മൻ തനി വിളക്ക് മൺവിളക്ക് പൊൻവിളക്ക് വാഴൈപ്പൂ തിരുവിളക്ക് നെയ് വിളക്ക് കൈവിളക്ക് കാർത്തികയൻ പന്തൽ വിളക്ക് എലിമി
എൻ്റെ പ്രിയപ്പെട്ട സജിയളിയനും അതുപോലെ തന്നെ എൻ്റെ സഹോദരി പാറു, രമ്യ അവരോടൊപ്പം ഈ ഇങ്ങനൊരു വേളയിൽ പരിപാടിയിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുമല്ല ഞാൻ അച്ചായൻസ് മീഡിയ നമ്മളെ കൊട്ടാരക്കര, ഞാൻ കൊട്ടാരക്കര താമസിക്കുന്ന ആളാണ്. പക്ഷേ എന്നെ ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ഞാനിപ്പോൾ ആദ്യമായിട്ട് ടെലിവിഷൻ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് എന്നെ ഒന്നുമില്ലെങ്കിൽ എന്നെ ഒന്ന് എനിക്ക് എൻ്റെ മുഖം ഒന്ന് കാണാനല്ലേ ഒന്ന് പാടാനുള്ള ഒരു അവസരം കിട്ടിയത് സജിയളിൻ്റെ കൂടെ പോയപ്പോഴാണ്. പക്ഷേ പിന്നെ ഞാൻ നിന്നിട്ട് പാട്ട് പാടിയത് സജിയളിന് ഇട്ട് കൊടുത്ത് ഇപ്പം നല്ലൊരു അഭിപ്രായം, കാര്യങ്ങൾ പാട്ടുകളെ കുറിച്ച് എന്നേക്കാൾ അടിസ്ഥാനപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തന്നു. കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. തീർച്ചയായും ഞാനൊരു പാട്ട് പാടാം, നാടൻ പാട്ട് പാടാം. താനോ തകതാന 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 ഏറിയ കുന്നിൽ പനവകണ്ട ഏറിയ കുന്നിൽ പനവകണ്ട സമിതിയുടെ പേരൊക്കെ ഒന്ന് പറ. സമിതി ഇപ്പൊ ഞങ്ങള് V1 ഫോക്ക് മീഡിയ എന്നാണ്. V1 ഫോക്ക് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിറയൻകീഴിലുള്ള രതീഷ് എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളി അമ്മ പ്രോഗ്രാം ഏജൻസി നടത്തുന്നതാണ്. അപ്പോൾ പുള്ളിയാണ് ടീമിന്റെ ഓണർ. അപ്പോൾ ഞങ്ങളാണ് ഡയറക്റ്റ് ചെയ്ത് ഞങ്ങളാണ് നടത്തുന്നത്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം അതിൽ തന്നെ, ഞങ്ങളെല്ലാവരും അതിൽ തന്നെ. അല്ല, നമ്മൾ അടുത്തുള്ള ഓൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി, ഓൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ പരിപാടി ബുക്ക്. ഡയറക്റ്റ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റും വിളിക്കുന്നുണ്ട്. ഏജൻസി, എല്ലാ ഏജൻസി അടുത്തുള്ള പ്രോഗ്രാം ഏജൻസിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ ഏത് ഏജൻസി എന്നാലും പ്രോഗ്രാം ഇപ്പോൾ ഓണത്തിന് എല്ലാ പ്രോഗ്രാമും ബുക്കിംഗ് ആയി കഴിഞ്ഞു. ഇല്ല, എല്ലാ വഴിയും ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ആയി കഴിഞ്ഞു. 2 പരിപാടിയൊക്കെ ഉണ്ട്. തീർച്ചയായും രമ്യ അടുത്ത പാട്ട് പാടും. രമ്യ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൂടെ? V1 ഫോക്ക് മീഡിയ കലാകാരിയാണ്. മച്ചാ മച്ചാ ഏ ആസ മച്ചാ எப்பதா வருவீங்க உள்ளோ ஏங்குது அந்த ஒரு நொடிக்காக உசுறு வாழுது. ஏய் மச்சா 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 ஆசை மச்சானே இந்த அழகு சேலம் மேலதானே சமத்தேனே. ஏய் மச்சா 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 ஆசை மச்சானே இந்த அழகு சேலம் மேலதானே சமச்சானே. எப்பதா வருவீங்க உள்ளோ ஏங்குது அந்த ஒரு நொடிக்காக உசுறு வாழுது. எப்பதா வருவீங்க உள்ளோ ஏங்குது அந்த ஒரு நொடிக்காக உசுறு வாழுது. அழகு சேலம் மேலதானே சமத்தேனே. ஏய் மச்சா 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 ஆசை மச்சானே இந்த அழகு சேலம் மேலதானே சமச்சானே. எப்பதான் வருவீங்க உள்ளம் ஏங்குது அந்த ஒரு மொழிக்காக உத்தரம் வாழுது. எப்பதான் வருவீங்க உள்ளம் ஏங்குது அந்த ஒரு மொழிக்காக உத்தரம் வாழுது. மச்சா 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 மச்சானே அழகு சேலம் மேலதானே சமத்தேனே. மச்சா 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 ஆசை மச்சானே இந்த அழகு சேலம் மேலதானே சமச்சானே. സജി പാറു വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുവായിരുന്നു. അന്നേരം ഞാനേ ഈ നാടൻ പാട്ട് എന്ന് പറയാൻ നമ്മുടെ മലയാളികൾക്ക്
ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു സംഭവം. പക്ഷെ അതിനപ്പുറമായിട്ട് നോക്കിയാൽ ഇപ്പൊ കലാമണി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലായിരുന്നു. കലാമണി ചേട്ടനാണ് ഈ നാടൻ പാട്ട് വീണ്ടും നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ട്രെൻഡിങ് തന്നെ ആക്കിയത് കലാമണി ചേട്ടൻ. അതേപോലെ തന്നെ പല പ്രോഗ്രാമുകളിലും പോകുമ്പോൾ അത്ര നമുക്ക്. പക്ഷെ ഈ സജി പാറുവിന്റെ ടീം എന്ന് പറയുമ്പം ഈ കൊച്ചു കുട്ടിയായപ്പോൾ നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ പെരുവിരളേന്ന് അനുഗ്രഹം കയറി അത് നിങ്ങളും അങ്ങനെ തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പവർ? ഈ പവർ എങ്ങനെ വരുന്നു? ഇത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ സാധാരണ കാണും പോലെ അല്ലല്ലോ. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വേറൊരു മെത്തേഡാണ്. അതിപ്പോ പ്രാക്ടീസ് സമയത്തായാലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ നിൽക്കുന്ന ആള്. ഞങ്ങൾ അടങ്ങി നിന്ന് പാടാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുമല്ലോ, ഇപ്പൊ ഇവിടെ ആളില്ലല്ലോ, പ്രാക്ടീസ് ചെയ്യുമ്പോ സ്റ്റേജ് ചെയ്താൽ പോരെ, അങ്ങനെ നിസ്സാരം പോലെ കാണും. അപ്പൊ പറയും, ആദ്യം നീ ഇവിടെ ചെയ്, നീ ഇവിടെ കാണിക്കുന്നതായിരിക്കും നീ സ്റ്റേജിൽ കാണിക്കുന്നത്, അതുകൊണ്ട് നീ ക്യാമ്പിൽ ചെയ് എന്ന് പറഞ്ഞ് പാട്ട് ഒരു ഔട്ട് ഇല്ലാതെ പാടണം. കോറസ് ഔട്ട് വരാൻ പാടില്ല. കോറസ് കറക്റ്റ്. അയ്യോ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പാട്ടിനൊന്നും ഒരു ദാക്ഷിണ്യം വരുത്തത്തില്ല, ഒരു എക്സ്ക്യൂസും തരൂല. പാട്ട് പഠിച്ചോളണം, പിച്ച് ഔട്ട് ഇല്ലാതെ പാടണം. അത് കോറസുകാരായാലും, അത് പ്രത്യേകിച്ച് മേളക്കാര്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കറക്റ്റ് ആ ഒരു ട്യൂൺ എന്താണ്, ആ പാട്ടിനോടൊപ്പം ഉള്ളത് എന്താണോ കിട്ടാൻ. എനിക്ക് സംബന്ധിച്ച് വെച്ചാല് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനോടൊപ്പം നമ്മൾ വായിക്കും. അദ്ദേഹം ഓൾറെഡി സത്യം പറഞ്ഞ തകില് വായിക്കുകയല്ല, അദ്ദേഹത്തിന്റെ പാട്ടുകൾ കാണുന്ന എല്ലാവരും ജനങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ ഞങ്ങളുടെ തകില് വായിച്ച് ഇപ്പൊ ഇവിടെ പാടാൻ വേണ്ടി വായിക്കുന്നതാണ്. നമ്മൾ കൂടെ സപ്പോർട്ട് വായിച്ചതാണ്. തീർച്ചയായിട്ടും. അയ്യോ, സഞ്ജയ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ എനിക്ക് അളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ കുഞ്ഞുനാൾ മുതലേ സ്റ്റേജിൽ കാരണം കുഞ്ഞുനാൾ മുതലേ സ്റ്റേജില് മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടി വന്നതാണ്. പക്ഷെ ഒരുപാട് നോട്ടുമാലകളും ഒരുപാട് പിന്നെ പൈസയൊക്കെ കളക്ഷൻ മേടിച്ചൊരു കക്ഷിയാണ്. ഞാൻ പറഞ്ഞ ചാരിറ്റി അല്ല, അങ്ങനെ വരുന്നത്. ചാരിറ്റി നല്ലതാണ്. അയ്യോ, ചാരിറ്റിയെ കുറിച്ച് അങ്ങനെ ഒരിക്കലും ചാരിറ്റിയെ നമ്മളങ്ങനെ ചാരിറ്റി നല്ലതാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് സ്റ്റേജ് പരിപാടിക്ക് നല്ല പെർഫോമൻസ് ആണ് അന്ന് കുഞ്ഞിലെ ചെയ്തത്. സ്റ്റേജ് പരിപാടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ പൈസ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും ചാരിറ്റി അങ്ങനെ പാടിക്കോ, നല്ല പാട്ട് പാടിക്കോ. ഇതാണ് മെയിൻ പോയിന്റ്. എവിടെ ഏത് പാട്ട് പാടണമെന്ന് ഇപ്പൊ നമ്മൾ ഏത് വേദിയിൽ പോയാലും, ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഉണ്ടെങ്കിൽ ആദ്യമേ ഞാൻ ഇപ്പൊ ഇവന്റെ അടുത്താണ് പാടാൻ പറയുന്നെങ്കിൽ അളി ഒരു പാട്ട് പാട്. അപ്പഴളി ഏത് പാട്ട്, ഏത് ഇപ്പൊ എന്റെ അടുത്താണ് പാട് ചേട്ടാ ഏതാണ്, ഏത് പാട്ടാണ്. കാരണം ഞങ്ങളുടെ ഏത് സൈറ്റിൽ ഏത് പാട്ട് പാടണം എന്ന് സെലക്ട് ചെയ്ത് ചേട്ടൻ പറയും, ഞങ്ങൾ പാടും. അത് ഇപ്പോഴും അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിപ്പോ ചോദിച്ചിട്ടില്ലേ, അതിനൊരു തെളിവാണ് ഇപ്പൊ ചോദിച്ചത്. അല്ലേ ഏത് പാട്ട്? ചാനലിലൂടെ ഒക്കെ ഇപ്പൊ അമൃതയില് എല്ലാ ചാനലിലൂടെ സജീവമായിട്ടിരിക്കുകയാണ്. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടും പാട്. മണിച്ചേട്ടന്റെ പ്രേക്ഷകർ മണിച്ചേട്ടന്റെ പാട്ടുകൾ കേൾക്കണമെന്നില്ലേ? മണിച്ചേട്ടന്റെ ആരരുമാവത്തെ കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരരുമാവത്തെ കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ട് മോടിടുമ്പോ ഇക്കർ വലിച്ചെന്റെ കൈയും നടുവും തളത്തിയൊരോട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ട് മോടിടുമ്പോ ഇക്കർ വലിച്ചെന്റെ കൈയും നടുവും തളത്തിയൊരോട്ടോ വണ്ടി. ആരരുമാവത്തെ കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരരുമാവത്തെ കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. മുറിയ പണിയെടുത്തെന്റെ പകത്തം കുടിച്ചകലോ, പള്ള നിറയ്ക്കൻ വകയിൽ അതൊന്നു നടന്നൊരു പൊട്ടിക്കാരോ. എല്ലും മുറിയ പണിയെടുത്തെന്റെ പകത്തം കുടിച്ചകലോ, പള്ള നിറയ്ക്കൻ വകയിൽ അതൊന്നു നടന്നൊരു പൊട്ടിക്കാരോ. കഷ്ടപ്പാട് കണ്ട ദൈവം തന്നെ വീതി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകൾ ഇന്നു തിരിച്ചറിയുമെന്നു ഞാൻ. കഷ്ടപ്പാട് കണ്ട ദൈവം തന്നെ വീതി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകൾ ഇന്നു തിരിച്ചറിയുമെന്നു ഞാൻ. ആരരുമാവത്തെ കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരരുമാവത്തെ കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. അടിപൊളി പാട്ടായിരുന്നു, വളരെ സന്തോഷമുണ്ട്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അത് എനിക്ക് മാത്രമല്ല, ഇവർക്കതൊരു ഗുണമായിരിക്കണം. കാരണം ഞാൻ മാക്സിമം നമ്മുടെ വീഡിയോ
ജനഹൃദയങ്ങളിലേക്ക് ചെന്ന് കാരണം നല്ല പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അതിന് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെടുക മാക്സിമം ഷെയർ ചെയ്യണം. അത് നമുക്ക് അടിച്ചോളി പാട്ട് വേണം പാടാം. ഓക്കെ. പുള്ളറങ്കമ്മ ஆத்தாலும் பாட்டே நேடி புள்ளரங்கம்மா ஆத்துக்கிட்டே நிப்பே நேடி புள்ளரங்கம்மா ஆத்தாலும் பாட்டே நேடி புள்ளரங்கம்மா ஆத்துக்கிட்டே நிப்பே நேடி புள்ளரங்கம்மா புள்ளரங்கம்மா ஊருக்கு மாமாரம்மா புள்ளரங்கம்மா வெள்ளக்கார பள்ளி புள்ளரங்கம்மா ஊருக்கு மாமாரம்மா புள்ளரங்கம்மா வெள்ளக்கார பள்ளி புள்ளரங்கம்மா மரத்தையில் புள்ளரங்கம்மா குஞ்ச கட்டி ஆடாலே புள்ளரங்கம்மா புள்ளரங்கம்மா குஞ்ச மரத்தையில் புள்ளரங்கம்மா குஞ்ச கட்டி ஆடாலே புள்ளரங்கம்மா புள்ளரங்கம்மா ഓക്കെ ഒരു ടാറ്റോട് മോളെ ഒരു ടാറ്റോട്